എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബുംല പാസ് പോകുന്ന റൂട്ടിലാണ്. ഇന്നലെ നമ്മൾ തവാങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് ആകെ പെട്ടു. എൻ്റെ ഫോണിൻ്റെ ചാർജ് വരുന്നത് അങ്ങനെ ആകെ ഇടങ്ങേറായിപ്പോയി. അവസാനം വന്നു കുറേ ലേക്കൊന്നും കിട്ടില്ല. ഒരു വണ്ടിക്കാരൻ എന്നെ ഇവിടെ അടുത്ത് പെട്ടുപോയ ടൈമിൽ ഇവിടെ ഒരു ഗുരുദ്വാര ഉണ്ട്, അവിടെ കൊണ്ടുപോയി ഇറക്കി തന്നിട്ടാ. അപ്പോൾ ആ ഗുരുദ്വാര ആ കാണുന്നതാണ്. അത് ശരിക്കും ആർമിയുടെ ഉണ്ട് ആ ഒരു ഗുരുദ്വാര. ശരിക്കും ഇവിടെ സ്റ്റേ അലൗഡ് അല്ല. ഞാൻ പറഞ്ഞു പെട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ സ്റ്റേ സെറ്റാക്കി തന്നു. കാരണം ഇവിടെ റൂംസോ അല്ലെങ്കിൽ കിടക്കാൻ പറ്റിയ സൗകര്യമൊന്നും ഇല്ല. അപ്പോൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി എനിക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ, കാരണം എൻ്റെ ഫോണിൽ ചാർജ് ചെയ്യിക്കാനുള്ള. അതുപോലെ തന്നെ എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം പാക്ക് ചെയ്ത് അതിൻ്റെ മൊത്തം മേലുള്ള ആർമി ക്യാമ്പുകളാണ്. ഇവിടെ ഫുള്ള് ആർമി ക്യാമ്പ് മാത്രമേ ഉള്ളൂ, ഗ്രാമങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ആ ഒരു മലയിലൊക്കെ മഞ്ഞ് കാണുള്ളേ. ഇപ്പോൾ നമ്മളുള്ളത് ഏകദേശം 14,000 എത്ര ഫീറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ 15,300 എത്ര സംതിങ് ഫീറ്റിലേക്കാണ് നമ്മൾ കയറുന്നത് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു വെള്ളം വീണ് ഇവിടെ മൊത്തം ഫ്രീസായി പോയിട്ടാ. പക്ഷെ എൻ്റെ മോനെ, കാരണം ഇന്നലെയൊക്കെ -8 ഡിഗ്രിയൊക്കെ ആയിരുന്നു രാത്രി. ഇപ്പോഴും -3 കാണിക്കണം ടെമ്പറേച്ചർ. വെയിൽ വന്നിട്ടുണ്ട്. ഇപ്പം എന്തായാലും പയ്യെ കയറാട്ടാ. നമ്മളെ പോണൊക്കെ കണ്ടൊരു ലേക്കാണ്ടാ, ഫുള്ള് ഫ്രീസായിപ്പോയി. പക്ഷെ എൻ്റെ മോനെ, ഫുള്ള് ഫ്രീസായിട്ട് ഇരിക്കണേട്ടാ. ഇന്നലെ ഞാൻ പറഞ്ഞില്ല -ഡിഗ്രിയാണ്. നമ്മൾ രാവിലെ എണീച്ചപ്പോൾ കണ്ടപ്പോൾ ഫുള്ള് ഫ്രീസായിട്ട് ഇരിക്കണായിരുന്നു. ചുമയടിച്ചെന്ന് തോന്നട്ടാ. ഇവിടെ കടിയിലൊക്കെ ഫുള്ള് വെള്ളം കേട്ടാ. ഇതൊക്കെ ഇങ്ങനെ ഫ്രീസായിട്ട് ഇരിക്കണേണ്. പക്ഷെ എൻ്റെ മോനെ, എന്ത് ഭംഗിയാളെ. ഇവിടെ നോക്കിയേ, ഇവിടെയും ഫുള്ള് ഇങ്ങനെ ചെറിയൊരു കനാല് പോലത്തെ സംഭവം ഉണ്ട് കേട്ടാ. ഒക്കെ മൊത്തം ഫ്രീസായി കിടക്കണേണ്. പക്ഷെ എൻ്റെ മോനെ, ആ മലയിലുണ്ട് കേട്ടോ നല്ല ബർഫ്, മഞ്ഞ് വീണ് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് സ്നോഫാൾ ആയിക്കോട്ടെ. ഇതിലൊക്കെ സമ്മതിക്കണോട്ട് ഈ പട്ടാളക്കാരേട്ടാ. അവിടെയൊക്കെ ചെറിയ ബങ്കറുകളൊക്കെ ഉണ്ട് കേട്ടോ ആർമീൻ്റെ. ഉണ്ടല്ലേ, ഈ ഒരു മലനിരകളും ആ ഒരു ലാൻഡ്സ്കേപ്പ് കാണാൻ വേണ്ടി എന്ത് ഭംഗിയാണല്ലേ. നമ്മളെ പോണ റൂട്ടാട്ടാ മക്കളെ, ഒരു രക്ഷയില്ലാട്ടാ. അവിടെ ഒരു ലേക്ക് ഉണ്ട്. ഇത് എനിക്ക് ഒരു സ്വിമ്മിങ് പൂള് പോലെ ഇരിക്കുന്ന ലേക്കാണ് കേട്ടോ. ഇത് ഫ്രീസായിട്ട് കിടക്കുന്നുണ്ട്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഫ്രീസായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഫ്രീസായത് ഇങ്ങനെ മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഇപ്പോഴാണ് ചൂട് വന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 1 ഡിഗ്രി 0 ഡിഗ്രി എന്ന് തോന്നുന്നു ടെമ്പറേച്ചർ. എൻ്റെ ഇപ്പോൾ ഇതില്ല, നെറ്റ്വർക്ക് ഇല്ല. ഇവിടെ നമ്മുടെ വൈ ജംഗ്ഷൻ ഉണ്ട്, വയനാട്ടിൽ ഒരു വൈ ജംഗ്ഷൻ ഉണ്ട്. അവിടെ എത്തുമ്പോൾ വരെ നെറ്റ്വർക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നെറ്റ്വർക്ക് കിട്ടില്ല കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ എയർടെലാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് എയർടെലാണ്. അടിപൊളിയല്ലേ ലാൻഡ്സ്കേപ്പ് കാണാൻ വേണ്ടി. ഇങ്ങനെ വന്നോയ്ക്ക് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടാ. അപ്പം കഴിക്കാൻ ഫുഡൊക്കെ തന്ന്. ഹായ് भैया, आप लोग का नाम क्या है? नमस्ते. ओके, आपका नाम क्या है? अच्छा, आप लोग कहाँ से हो? हम लोग आसाम से, डिब्रूगढ़ डिस्ट्रिक्ट. अच्छा, यहाँ से कहाँ जाएगा? यहाँ से हम लोग फिर से ईरान ओ बुमला गया. बुमला के बाद बुमला जाके वापस से हम लोग ईरान चले गए. अच्छा. वो फैमिली, वो फ्रेंड्स है ना वो पूरा. हाय. आप लोग का नाम क्या है? मेरा नाम पल्लवी सैया है. आप भी आसाम? हाँ, सेम वाइफ है. अच्छा, आपका नाम क्या है? रश्मि. रश्मि. ओ को मिल करने के लिए बहुत अच्छा होगा. थैंक यू भैया. और तो मिलेंगे रास्ता में. अब വണ്ടിയാണ്. ഓക്കെ, ടീക്ക്. ഇനി ഇവിടെ നിന്നാണ് കയറ്റം തുടങ്ങണേ കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഒരു ഗ്ലൗസ് വന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷെ പാങ്ങൾ, ഇത് ആർമിയുടെ ഗ്ലൗസാണ് കേട്ടോ. അപ്പോൾ അവരെനിക്ക് തന്നിട്ട് പോയതാണ്. അവർ ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലേ എന്തെല്ലാം സാധനങ്ങൾ അവരുടെ തന്നിട്ട് വേണം. എല്ലാം കൂടെ ക്യാരി ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മളെ കൊണ്ട്. ബേസ്മെൻറ്റിലാണ് പോണത്. ഇപ്പോൾ വെയിലുണ്ട് നല്ല. നമുക്ക് കയറണോട്ടം മേളിലേക്ക്. നമ്മളെ വന്ന റൂട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറി ഇവിടെ എത്തിയിട്ടാ. 10 കിലോമീറ്ററും കൂടെ ഉള്ളൂ ബുംല പാസ്. എന്തല്ലേ ആർമിയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ജയ് ഹിന്ദ്. ബുംല 15,200 ഫീറ്റ് കേട്ടാ. ബുംല പാസ്. പിന്നെ കഫേ കോഫി ഡേ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ മേലിൽ. നോക്കിയേ, ലേക്കൊക്കെ ഇങ്ങനെ ഒഴുകി പോകണേണ്ട. ചെറിയ രീതിയിൽ നല്ല രീതിയിൽ ഐസൊക്കെ പിടിച്ചിട്ടുണ്ട് പലയിടത്തും. നോക്കിയേ,
പോണേക്ക് ഒരു ലേക്ക് ഉണ്ട് കേട്ടാ. ഞാൻ നല്ല ലേക്കൊക്കെ വന്നിട്ട് ഇറങ്ങുള്ളൂ കേട്ടാ. കാരണം ബുംല 10 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറയാൻ നല്ല കയറ്റമുണ്ട് മക്കളെ. അതാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടാ. ഞാൻ വരുമ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കാം. എന്തായാലും നമ്മൾ ഈ സെയിം റൂട്ടേ ഉള്ളൂ, ഒറ്റ റൂട്ടേ ഉള്ളൂ. അപ്പോൾ അതെടുക്കാമെന്ന് വെച്ചിട്ടാ. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. നമ്മളെ പോണ റൂട്ടിൽ ഇവിടെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ട്. സുബേദാർ ജോഗീന്ദർ സിംഗ് പരംവീർ ചക്രയെ കിട്ടിയ വ്യക്തിയാണ്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ട്. 8 കിലോമീറ്റർ കേട്ടോ. ഞാൻ സംസാരിക്കണത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എൻ്റെ സൗണ്ട് കിട്ടാനുള്ള കാരണം സൗണ്ട് കിട്ടുന്നത് നല്ല കേട്ടോ. സംസാരിക്കാൻ പറ്റില്ല. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഹൈ ആൾട്ടിറ്റ്യൂഡാണ്ടോ. തള്ളിയാണ് കയറ്റുന്നത്. ആദ്യം തൊട്ടാണോന്ന് എനിക്കറിയില്ല ഇത്രയും ലഗേജൊക്കെ ഇട്ട് ആൾക്കാർ വന്നേട്ടാ. എൻ്റെ മണ്ടത്തിലെന്ന് തന്നെ പറയാം. പക്ഷേ വേറെ ഒന്നുമില്ല കേട്ടോ, നമ്മൾ ഇത്രയും ലഗേജ് എടുത്തത്. ഇൻ കേസ് വന്നു വയ്ക്കാൻ നമ്മൾ എവിടെയും ചെക്ക് ആയി കഴിഞ്ഞാൽ ടെൻ്റ് അടിക്കാം, ഫുഡ് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഇത്രയും സാധനങ്ങളൊക്കെ എടുത്തത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ലേക്കില്ലേ, അതാണ്ടാ അടിപൊളി ഭംഗിയല്ല കാണാൻ വേണ്ടി. ഇതേപോലെ ഒരുപാട് ലേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ പോണ റൂട്ടിലൊക്കെ. ഒന്നാമത്തെ കേസ് നമ്മൾ അക്ലമറ്റേഷൻ എന്ന് പറയുന്നത് ഒരു 2 ദിവസമായിട്ട് ഒരു 3-4 ദിവസം നിന്ന് നമ്മുടെ BP കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ കയറാൻ. അതായത് ഓരോ ആൾട്ടിറ്റ്യൂഡ് കയറി നിന്ന് വേണം പോകാൻ. ശരിക്കും അല്ലാണ്ടൊക്കെ നിന്ന് കണ്ട് തിരിച്ച് വണ്ടിക്കൊക്കെ ആണെങ്കിൽ പോയിട്ട് തിരിച്ച് റിട്ടേൺ പോരാട്ടാ. പക്ഷെ നമ്മൾ സൈക്കിളിനൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്നെപ്പോലെ മൂഞ്ചിരിക്കേണ്ട അവസ്ഥ വരും. ഇങ്ങനെ കയറണമെന്ന് ആഗ്രഹമുണ്ട്. കയറി പിന്നെ 8 കിലോമീറ്റർ ഉണ്ട്, കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് 10 മീറ്റർ നമ്മൾ അനങ്ങി മുന്നോട്ട് പോകുമ്പോൾ തന്നെ കിതച്ച് പോണേണ്. അപ്പോൾ അത് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഞാനിപ്പോൾ അടിയിലൊരു ആർമി ക്യാമ്പ് ഉണ്ടായിരുന്നു, അവിടെ ചെന്ന് ഞാൻ ചെക്ക് ചെയ്തട്ടാ. BP ഒക്കെ ചെക്ക് ചെയ്തെല്ലാം സെറ്റാണ്. അപ്പം എന്നോട് ചോദിച്ച് എത്ര ദിവസം നിങ്ങൾ എന്നൊക്കെ ചോദിച്ച്. നമ്മൾ വാങ്ങിയതൊരു 1-2 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ ഒരു ഗുരുദ്വാരയിലാണ് തങ്ങിയത്. അപ്പം എൻ്റെ ഇത് നോക്കിയപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് അക്ലമറ്റേഷൻ ചെയ്തിട്ട് കയറിയാൽ മതി, അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറഞ്ഞ്. ഞാൻ പക്ഷേ പയ്യെ കയറിക്കൊണ്ടിരിക്കാൻ എനിക്ക് വേറൊരു ഓപ്ഷനില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ മഞ്ഞ് വീണോണ്ടിരിക്കുക എൻ്റെ പണിയാവും. കണ്ടില്ലേ ഇവിടെയൊക്കെ സ്നോ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച വീണ സ്നോ ആണ്. പിടുത്തൂല കേട്ടോ. ഇന്നിപ്പോൾ ഇന്ന് എങ്ങനെയാണ് കയറണം ഉംബ്ലിംഗ്ല എന്നാട്ടോ അല്ല ഉംബ്ലിംഗ്ലല്ല നമ്മുടെ ബുംല. എന്തായാലും നോക്കാട്ടോ. ഇപ്പോൾ ഉള്ളത് 15,150 ഫീറ്റിലാണ് നിൽക്കണത്. അതുപോലെ കാഴ്ച നോക്കിയേ, എൻ്റെ മോനെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ. ഓ സെറ്റാട്ടാ. ആ മലയിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ മലയിലുണ്ട്, ഇവിടെ ഉണ്ട്. എൻ്റെ മോനെ സെറ്റല്ലേ. ഇനിയിപ്പോൾ കുറച്ച് ഇറങ്ങി പോകണം, വന്നിട്ട് വേണം കേട്ടോ കയറാൻ. നമ്മളെപ്പോഴും റൂട്ട് അടിപൊളിയല്ലേ. റോഡൊക്കെ നല്ല കിടിലൻ റൂട്ടാണ്ടാ. ഇത് ബോർഡർ റൂട്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും നല്ല കിടിലനായിട്ട് പണിത് വെച്ചേക്കണത്. പക്ഷെ എൻ്റെ മോനെ രക്ഷയില്ലാട്ടാ. ഫുള്ളിങ്ങനെ കല്ലും പാറയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണെടുക്കണ താഴത്തേക്ക്. ഒരുപാട് ടൂറിസ്റ്റുകൾ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കാണുന്ന റൂട്ടില്ലേ, ആ റൂട്ട് പോണത് നമ്മൾ ഹോളി വാട്ടർഫോളൊക്കെ പോണ റൂട്ടാണ്. ഇപ്പോൾ നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റൂട്ടിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഒന്നും കിട്ടില്ല, അപ്പോൾ അത് കുറച്ച് ചടങ്ങായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവിടേക്ക് എന്തോ റൂട്ട് പണിയുണ്ട് കേട്ടോ. ചൈന ബോർഡർ പോണ റൂട്ടാണെന്ന് തോന്നുന്നത് വേറെ. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് 15,080 ഫീറ്റ് 80 ഫീറ്റ് എന്തോ ആണെന്ന് തോന്നുന്നു. 80 ആണോ 100 ആണെന്നൊരു പിടുത്തൂല കേട്ടോ. നമ്മൾ കയറുന്നത് 15,300 ഫീറ്റിലേക്കാണ് കയറുന്നത്. നമ്മളെ ലഡാക്കിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള കിട്ടുന്ന ഒരു ഫീലില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ മക്കളെ ഇപ്പം എനിക്ക് കിട്ടണത്. എൻ്റെ മോനെ നോക്കിയേ, ഇവിടെ ചെറിയൊരു ലേക്ക് ഉണ്ട് കേട്ടോ. ഇത് ഭംഗിയാള് കാണാൻ വേണ്ടി. നമ്മൾ പോണേക്കൊക്കെ ഇതേപോലെ ഒരുപാട് മനോഹരമായ ലേക്കുകളുണ്ട്. പിന്നെ അതെ കാഴ്ചകളൊക്കെ നോക്കിയേ, അടിപൊളി. അതെ ഇവിടെയൊക്കെ ആർമിയുടെ ക്യാമ്പാണ് കേട്ടോ. എനിക്ക് അറിയില്ല എന്താവും. അങ്ങനെ നമ്മൾ ബുംല പോണ റൂട്ട് എത്തിയേട്ടാ. ഇവിടുന്ന് 3 കിലോമീറ്റർ കാണിക്കണ്ട് പാസ് അല്ലേ.
കാൺപുംല 3 കിലോമീറ്റർ, പിന്നെ ലുംബ്രോ 11 കിലോമീറ്റർ കേട്ടോ. അത് ഇങ്ങോട്ടാണ് പോണത് ഹോളി വാട്ടർഫാളൊക്കെ. അതുപോലെ തന്നെ ഹോളി വാട്ടർഫാളിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഉണ്ടാവും എനിക്കറിയില്ല കേട്ടോ. ഞാൻ സൈക്കിൾ ഇത്രയും തള്ളിക്കൊണ്ടുവന്നുകൊണ്ടാണെന്നുണ്ട് നല്ല രീതിയിൽ ടയർഡായത്. അല്ലാണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും അങ്ങനെ ഇല്ല. കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ സെറ്റാണ്ടാ. സൈക്കിൾ തള്ളിക്കൊണ്ട് പോകുമ്പോൾ പറ്റണല്ലോ വെച്ചാനെ. കാർമീൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല. ആസാം ഹിൽ PRO. ഇതാണ് സുബേദാർ ജോഗീന്ദർ സിംഗ് കേട്ടോ. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ മരണപ്പെട്ട ഒരു സോൾജറാണ് അദ്ദേഹം. പരംവീർ ചക്രയൊക്കെ നേടിയൊരു വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായിട്ടുള്ളൊരു വാർ മെമ്മോറിയലാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ ഇന്ന് കയറാനുള്ള പിന്നിപ്പോൾ ഏകദേശം 3 മണി ആകാറായിട്ടാണ്. നല്ല രീതിയിൽ ഇങ്ങനെ ലേറ്റായി തുടങ്ങി. എന്നിട്ടൊരു ആർമിയുടെ ഒരു സംഭവം കണ്ടിട്ടാ. ചോദിച്ചു നോക്കാം കിട്ടുവാന്ന്. എവിടെയും തങ്ങാനേ ഞാൻ ആകെ പെട്ടിരിക്കാനാണ്. വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ മേലേക്ക് കയറുന്തോറും ഒന്നും കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നല്ല വെയിലുണ്ടെങ്കിലും ഈ ഒരു സൈഡിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ ഒരു തണലുള്ള സ്ഥലത്ത് നല്ല തണുപ്പാണ്. എന്താ പറയണത് ഒരു പിടുത്തൂരാട്ടാ. എന്താ പറ്റിയെന്ന് എനിക്കറിയാം. എനിക്ക് തള്ളി കയറാൻ പറ്റില്ല കേട്ടോ. നടന്ന് കയറുമ്പോൾ എനിക്ക് പിന്നെയും കുഴപ്പമില്ല. തള്ളി കയറുമ്പോൾ ഭയങ്കര സീനാണ്. ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരെ കൂളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നാളെ കയറാം. അങ്ങനെ അവിടെ തങ്ങാൻ നമുക്ക് സ്ഥലം കിട്ടിയില്ല കേട്ടോ. ഇത് മൊത്തം ഡിഫൻസ് ലാൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ. അതാണ് നമുക്ക് എവിടെയും തങ്ങാൻ പറ്റില്ല. വാർ മെമ്മോറിയൽ നാളെ തിരിച്ച് വന്നോയ്ക്ക് കയറാലാന്ന് വെച്ച്. പക്ഷെ എൻ്റെ മോനെ ഫുള്ളും വന്നാട്ടാ. നല്ല തണുപ്പുണ്ട്. പിന്നിപ്പോൾ മേലിൽ ബുംലയിൽ അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെയോ വലിയ ആൾക്കാരുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അവിടെ ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും നടപടിയാവും. ടെൻ്റ് അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പണിയായിരിക്കും കേട്ടോ. കാരണം -10 മേലിലാണ് വന്നത്. ഇതിൽ പിടിച്ചില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എന്നാലും അത് വെച്ച് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം എന്തായാലും. നമ്മളെ ഇപ്പോൾ ചൈന ബോർഡർ പറ്റക്ക അയക്കുന്നത് ഒരു 400-500 മീറ്റർ വഹിക്കുന്ന ബുംലയെത്തും. ഇന്ന് കാണാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ മേലൊരു ക്യാമ്പുണ്ട്. ചിലപ്പോൾ അവിടെ താമസം കിട്ടും. അല്ലെങ്കിൽ എൻ്റെ പ്ലാൻ ഇതിൻ്റെ ഉള്ളിലാണ്ട. പക്ഷേ ഇവിടെ പട്ടാളക്കാർ കണ്ട് കഴിഞ്ഞാൽ പ്രശ്നം നോക്കുമെന്ന് തോന്നുന്നു. ഒരു പിടുത്തമില്ല. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതാണ്. നല്ല തണുപ്പുണ്ട്. എൻ്റെ ഒരു സ്ലീപ്പിംഗ് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എനിക്കൊരു പിടുത്തമില്ല എന്താവുമെന്ന് എങ്ങനെയാവുമെന്ന്. എനിക്ക് അവിടെയൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടാ. നല്ല തണുപ്പുണ്ട് മക്കളെ. ഒരു രക്ഷയില്ലാട്ടാ. നോക്കാം എന്തായാലും കയറി നോക്കാം. എന്തെങ്കിലും നടപടിയാവും നോക്കട്ടെ. നമ്മൾ അങ്ങനെ ബുംലയിലെത്തി. 15,200 ഫീറ്റ് കേട്ടോ. നമ്മുടെ സൈക്കിള് ഞാനിവിടെ വെച്ചിട്ട് പോകണ കേട്ടോ ബുംലയിൽ. കാരണം ഇത് രാവിലെ വന്നിട്ട് കാണാമല്ലാന്ന് വെച്ച്. അപ്പോൾ ഇവിടെ ഒരു ക്യാമ്പുണ്ട്. അവിടെ വെച്ചിട്ട് പോകാമല്ലാന്ന് വെച്ച്. ഇവിടെ തങ്ങാൻ സ്പേസ് കിട്ടില്ല. കാരണം ബോർഡർ ഏരിയ കൊണ്ടേ. കാരണം ഇവിടെ ടെൻ്റ് അടിക്കാനും സമ്മതിക്കില്ല. നല്ല തണുപ്പുണ്ട്. -12-13 വരുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് ടെൻ്റ് അടിക്കാനും സമ്മതിക്കില്ല. അപ്പോൾ നമ്മുടെ സൈക്കിളിലൂടെ വെച്ചിട്ട് ഇവരൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ സാധനങ്ങൾ 1-2 സാധനങ്ങൾ എടുത്തിട്ട് അടിയിലേക്ക് പോകാമെന്ന് വെച്ച്. ഇപ്പോൾ ചിലപ്പോൾ തവാങ്ങ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം ഇവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാം കേട്ടോ.